നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ ഫോൺ വിളിച്ചോണ്ട് ഹാളിലേക്ക് വരുവാണ്. അനുശ്രീയും ഗോമതിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലൻ വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ കൊടുക്കാൻ സാറേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, അതെ MLA ജോർജ് സാറാ, മോളോട് സംസാരിക്കണമെന്ന്. പെട്ടെന്ന് തന്നെ അനു ഫോൺ വാങ്ങി. ഹലോ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു. അതെ ബാലിനെ പോലെ ഒരു അച്ഛനെ കിട്ടിയതാ മോളുടെ ഭാഗ്യം. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരുന്നു. ഇനി മോളോട് ആരും ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ വരത്തൊന്നുമില്ല, ഞങ്ങളൊക്കെ മോളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഞങ്ങളൊരു ഇത് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മീറ്റിങ്ങിൽ അച്ഛനെ കൂട്ടിക്കൊണ്ട് മോള് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി അങ്ങനെ ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിന് ഗോമതി ബാലിന്റെ അടുത്തേക്ക് എന്നു. പിന്നീട് ബാലേട്ടാന്ന് വിളിച്ചു കഴിയുമ്പോൾ ബാലിച്ചു, എന്താ ഗോമതി? പെട്ടെന്ന് ഗോമതി കൈ നീട്ടുവാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ബാലിന്. അങ്ങനെ ബാലൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ടായി. അത് കണ്ടപ്പം മീനാക്ഷി പറഞ്ഞു, നോക്കും ഇത്ര കണ്ടില്ലേ, അച്ഛന്റെ മുഖത്തെ നാണം കണ്ടില്ലേ എന്ന് പറഞ്ഞു. ആ സമയം കോമതി പറഞ്ഞു, ഒന്ന് പോ മീനു, അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയം ബാലൻ അനുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ അടുത്ത ദിവസം തൊട്ട് വാദങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങും, അറിയാലോ. അങ്ങനെ കോടതി നമ്മളെ വിളിപ്പിക്കും, നോട്ടീസും കാര്യങ്ങളൊക്കെ മോൾക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയണം, അറിയാലോ. അലോകിന് കിട്ടാവുന്ന വെച്ച് മാക്സിമം ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അത് കേട്ടപ്പോൾ അനുശ്രീ പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലെ തന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അച്ഛ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോളെ. ഇതിപ്പം മോൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൽ ഇങ്ങനെ കുറെ പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാ, അവർക്കൊക്കെ നീതി കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മൾ പോരാടുന്ന ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതെനിക്കുണ്ട് അച്ഛ, അതുകൊണ്ട് അച്ഛൻ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ബാലനും സന്തോഷമായി. കാരണം അനുവിന് ഇത്ര മാത്രം ധൈര്യം കൊടുക്കുന്ന ബാലനാണ്. ബാലനുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലായിരുന്നെങ്കിൽ അനു ആകെപ്പാടെ തകർന്നു പോയനെ. അതേ സമയത്ത് ഇന്ദിരാമ്മയുടെ അടുത്ത് നിന്നിട്ട് ധർമ്മം പറഞ്ഞു, അമ്മ ഒന്ന് പറയണം അച്യുതേട്ടനോടൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കടയും കാര്യങ്ങളൊന്നും നോക്കണ്ടാന്ന്. ഞാൻ ദേവമംഗലത്ത് നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു, ഞാൻ വന്നത് തെറ്റായിപ്പോയി. എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, അവര് നോക്കട്ടെ. അമ്മ അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്തായാലും കടയൊന്നും വേണ്ട. എടാ നിനക്കൊരു ജോലിയും വരുമാനവും ഒക്കെ വേണ്ടേ? അവര് നോക്കട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. തൽക്കാലത്തേക്ക് നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ലമ്മേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. കാര്യം പറഞ്ഞ ദേവമംഗലക്കാരോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നെ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പേടിപെടിയുന്ന ഒരു കടയും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അച്യുതേട്ടനാണെങ്കിൽ എന്തോ ഒരു വാശിയും വൈരാഗ്യം പോലെയാ. അതൊന്നും സാരമില്ല, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്മ ആശ്വസിപ്പിക്കണം. പിന്നീട് ധർമ്മം പറഞ്ഞു, അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എന്താ? അലോകിന്റെ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം എന്താ? 1-2 ദിവസം കഴിയുമ്പോഴത്തേനും വാദം തുടങ്ങും. അവന് പുറത്ത് വരണമെന്നാണോ അതോ ശിക്ഷ കിട്ടണമെന്നാണോ? അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, അതെ എന്റെ മോൻ പുറത്തിറങ്ങണം, എന്റെ കൊച്ചുമോനല്ലേടാ, അവന് ശിക്ഷ കിട്ടാതെ പുറത്തിറങ്ങണം തന്നെ എന്റെ ആഗ്രഹം. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അമ്മ അത് പറഞ്ഞാലും എനിക്ക് അമ്മേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അവന് ശിക്ഷ കിട്ടണമെന്ന് ഞാൻ പറയണേ, മാക്സിമം കിട്ടണം. അവൻ അകത്ത് കിടക്കുക തന്നെ ചെയ്യണം. അങ്ങനെ അവന് പുറത്തിറങ്ങി വന്നിട്ട് കാര്യമില്ല, ശിക്ഷ കിട്ടേണ്ടവൻ തന്നെ അമ്മ അവനെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഒരു നിമിഷം ഇന്ദിരാമ്മ ഞെട്ടിപ്പോയി. കാരണം ധർമ്മന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാന്ന് പറഞ്ഞാല് സഹി ഇട്ടിട്ട് ധർമ്മം പറഞ്ഞാണ്. ധർമ്മൻ അറിയാം അലോക് എത്രമാത്രം ദുഷ്ടനാന്നുള്ള കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോ മീനു കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോഴത്തേനും ആകാശ് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും കൂടെ നടക്കുവാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ പിറുപിറുക്കുന്നുണ്ട്. അപ്പോഴേക്കും മീനു വന്നിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കാതെ എന്താന്ന് വെച്ചാൽ കാര്യം എന്താ തുറന്നു പറ. അത് പിന്നെ അച്ഛനെ ഈ ടെക്നിക്കൽ സപ്പോർട്ട് എവിടുന്നാ കിട്ടിയെന്ന്? ടെക്നിക്കൽ സപ്പോർട്ടോ? അതെ ഈ ടെക്നിക്കൽ നോളജും കാര്യങ്ങളൊന്നും അച്ഛൻ അറിയണ്ടായിരുന്നില്ലോ. അച്ഛൻ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ അതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് അറിയത്തില്ല. അതെ ലൈവ് പോണെങ്കിലേ അതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലേ ലൈവ് പോയിട്ട് കാര്യമുള്ളൂ. എനിക്ക് അതാ മനസ്സിലാവാത്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനി ചോദിച്ചു, ഓ ഇതാണോ വലിയ കാര്യം? ഇതാണോ എത്ര സമയം ആലോചിച്ചുകൊണ്ടിരുന്നത്? അല്ലാതെ പിന്നെ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, ആരായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക? അമ്മയായിരിക്കോ? അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ ആരായിരിക്കും? ആരിനായിരിക്കും? ആരിനില്ലായിരുന്നല്ലോ. പിന്നെ ആരാ? പിന്നെ ശ്രീദേവി എടുത്തിയാണോ? അതിന് ശ്രീദേവി എടുത്ത് കടയിലായിരുന്നല്ലോ. ഞാൻ പറയുമ്പോഴല്ല ശ്രീദേവി എടുത്ത് അറിയണേ. അങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും മീനുവിന്റെ പേര് പറയണില്ല. ഒടുവില് ആകാശ് പറഞ്ഞു, ചിലപ്പം മിത്രയായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക, മിത്രയ്ക്കായിരിക്കും അതിനെക്കുറിച്ചൊക്കെ അറിയത്തുണ്ടായിരിക്കാന്ന് പറഞ്ഞു.
അപ്പോഴേക്കും മീനു പറഞ്ഞു, എല്ലാവരുടെയും പേര് പറഞ്ഞു, ഒരാളുടെ പേരും മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നിന്റെ പേരാ? നീയാണോ ചെയ്തതെന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ നീയാള് കൊള്ളാലോടി എന്ന് പറഞ്ഞു. അപ്പൊ നീയാണെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തല്ലേന്ന് ചോദിച്ചു. ഏ അങ്ങനെയല്ല ആകാശേ, എന്നോട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ അച്ഛൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവുന്നൊരു സംശയമല്ലേ. അങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ അച്ഛൻ ഇങ്ങനെ ലൈവ് പോവുകയാണ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ അങ്ങനെയാണല്ലേ. ദേ ആകാശ, ഞാൻ ഒരു കാര്യം പറയാം. അച്ഛന്റെ ബുദ്ധി, അല്ലെങ്കിൽ അച്ഛൻ സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ അനുവിന് 3 ഏട്ടന്മാരുണ്ട്, പിന്നെ 3 ഏട്ടത്തിമാരുണ്ട്. എന്നിട്ടും കണ്ടില്ലേ, നമുക്കൊക്കെ തോന്നാത്ത ബുദ്ധി അച്ഛന് തോന്നിയത് കണ്ടോ? അതാണ്. അത് കേട്ടപ്പോ ആകാശം പറഞ്ഞു, എന്നാലും അച്ഛനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. എന്നാലും അച്ഛൻ എനിക്ക് ഒന്നാം തരം പണിയാ തന്നേന്ന് പറഞ്ഞു. പണിയോ? അതേന്നെ, എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ച് എന്തൊക്കെയാ പറയണമെന്നറിയാവോ? കൂട്ടുകാരെ വിളിച്ച് ചീത്ത പറയണോ? അതെന്തിനാ ചീത്ത പറയണേ? ഒരു നല്ല കാര്യമല്ല അച്ഛൻ ചെയ്തേ. അതാ എന്റെ കൂട്ടുകാരോട് ഞാനേ പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛനൊരു മൂരാച്ചി സ്വഭാവമാന്നൊക്കെയാ. പക്ഷെ അവന്മാര് വിളിച്ചിട്ട് എന്നെ ചീത്ത പറയാ, എടാ ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയിട്ടാണോടാ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നേന്നൊക്കെ. അത് കേട്ടതും മീന് ചിരിച്ചു. അപ്പൊ അങ്ങനെയായിരുന്നില്ലേ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ആകാശ് പറഞ്ഞു, എന്നാലും എന്ന് പറഞ്ഞപ്പോഴത്തേന് മീനാക്ഷി അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഇനി ഇപ്പൊ എന്താണെങ്കിലുവേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അച്ഛന്റെ സ്വഭാവം മനസ്സിലായല്ലോ, കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞ കള്ളത്തരെന്ന്. മീനാക്ഷി അടുത്തേക്ക് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആകാശ് ചോദിച്ചു, അല്ല നീ ഷാമ്പു, ഞാൻ പറഞ്ഞ ഷാമ്പു തന്നെ വാങ്ങിയല്ലേന്ന് ചോദിച്ചു. എന്താ? അതെ, ഇനി ഈ ഷാമ്പു മാറ്റണ്ട കേട്ടോ. അതെന്തിന്? എനിക്ക് ഈ ഷാമ്പുവിന്റെ മണം ഇഷ്ടം. അതെ, അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച ഷാമ്പു മാറ്റിന്ന് വരും. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഷോ മാറ്റണ്ടായിരുന്നൊക്കെ പറയണേ. ഈ സമയത്ത് ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു മീനു. എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ലെങ്കിൽ വേണ്ട, ശരിയാകത്തില്ല. നീ കാര്യം എന്ന് വെച്ചാൽ പറ മീനു. ശരിയാകത്തില്ല, ആകാശ് കടന്നോളാൻ പറഞ്ഞു. ആകാശിന് ദേഷ്യം വന്നിട്ട് ആകാശ് ആ കട്ടിലേക്ക് പോയി കിടക്കുവാണ്. മീനു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടപ്പോൾ ആകാശ് പറഞ്ഞു, എന്ത് കാര്യമാണെങ്കിലും പറ. അത് പറഞ്ഞിട്ടുണ്ട് തലയണ മന്ത്രമാന്ന് ചിലപ്പോൾ തോന്നിയാലോ. തലയണ മന്ത്രോ? മീനു ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചെന്ന് വെച്ചോ, അത് അവർ ഡിലീറ്റ് ചെയ്ത് കളയും നമ്മൾ ചിലപ്പോൾ കാണുന്നതിന് മുമ്പ്. അപ്പം നമുക്ക് ടെൻഷൻ ആയിരിക്കും, അവരെന്തായിരിക്കും അയച്ചിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ നീ ഇപ്പം ഒരു കാര്യം പറയാൻ വന്നിട്ട് അത് പറയാതിരിക്കുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയോ. എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറയണം. അപ്പോഴേക്കും മീനാക്ഷി ആകാശിന്റെ അടുത്തേക്ക് വന്നു. ഞാനത് പറയട്ടെ? പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ശരിയാകത്തില്ല. മീനു കാര്യം എന്താ വെച്ചാൽ പറ. അതെ, അച്ഛനോട് ഏറ്റവും ഇഷ്ടമുള്ളത് ആനന്ദേട്ടനാന്ന് എപ്പോഴും അമ്മയോട് പറയാറുണ്ട്. അച്ഛൻ്റെ നേരിലാണ് ആനന്ദേട്ടനെന്ന്. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെയല്ലാന്ന് പറഞ്ഞു. അങ്ങനെയല്ലാന്നോ? അതെ, അച്ഛനും ആനന്ദേട്ടനും ഏറ്റവും ഇഷ്ടമെന്ന് അമ്മ എപ്പോഴും പറയുന്നേ. പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ ഏറ്റവും ഇഷ്ടം വേറൊരാളെയാന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടം വേറൊരാളെയോ? അതാരെയാ? അതൊക്കെ ഉണ്ട്. അച്ഛനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആരെയാന്ന് ചോദിച്ചാൽ അച്ഛൻ മനസ്സിൽ ആദ്യം പറയുന്ന ഒരു പേരായിരിക്കും എന്ന് പറഞ്ഞു. ആരുടെ പേരാ പറയണേ? അതെ, ആകാശേന്റെ പേരാന്ന് പറഞ്ഞു. എന്റെ പേരോ? അതെ. അത് കേട്ടപ്പോൾ ആകാശ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അച്ഛനെ ഇഷ്ടമുള്ള ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകാശേണ്ട തന്നെയായിരിക്കും. ഇത് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യമാണ്. സത്യമല്ലേന്ന് ചോദിച്ചു. ഒരു നിമിഷം ആകാശം ഒന്ന് പതറിപ്പോയി. സത്യമായിട്ടുള്ള കാര്യമായിരുന്നു. എപ്പോഴും ബഹലിനെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആകാശ് തന്നെയായിരുന്നു. അപ്പോഴേക്കും ആകാശം മീനുവിനെ വിളിച്ചു, മീനു സത്യമാണ് നീ പറഞ്ഞേ, അച്ഛൻ ആദ്യം എൻ്റെ പേരായിരിക്കുമോ പറയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മീനു ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു. ചിലപ്പോൾ പറയുമായിരിക്കില്ലേ, മനസ്സിൽ അച്ഛൻ ആദ്യം എൻ്റെ പേര് പറയുമായിരിക്കില്ലേ. ആകാശിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും മീനു തിരിഞ്ഞാടുന്ന ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ആകാശിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ട് ആകാശ് പറഞ്ഞു, എനിക്കറിയാം അച്ഛൻ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാണ്. മീനാക്ഷിക്ക് അറിയാം ആകാശ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് ആകാശിനെ എത്രമാത്രം അച്ഛൻ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രാജശ്രീയും നന്ദിതയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വരുവാണ്. അപ്പോഴേക്കും രാജശ്രീ നന്ദിതയോട് പറഞ്ഞു, ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു ഭഗവാനോട്, എൻ്റെ ദൈവമേ എൻ്റെ മോന് ഒരാപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണേ, അവന് ജാമ്യം കിട്ടണേന്നൊക്കെ. എനിക്ക് ഇനി ആരാ ഉള്ളത്? എനിക്കൊരൊറ്റ മോനല്ലേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും അവനല്ലേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദിത ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയണം. അപ്പൊ ക്ഷേത്രത്തിന്റെ മുന്നിലായിരുന്നു അവര്. ആ സമയത്താണ് മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്.
ഉം, നന്ദിതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അമ്മയെന്നും പറഞ്ഞു വിളിച്ചു. അപ്പോഴേക്കും നേരെ തിരിഞ്ഞു നിൽക്കുവാണ് രാജശ്രീ. ആരാടി നിന്റെ അമ്മ? ഹും, ആരാന്ന് ചോദിച്ചേ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതിന് മിത്ര അമ്മയെ വിളിച്ചേന് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഇളയമ്മ ഇങ്ങനൊന്നും പറയരുന്ന് പറഞ്ഞു. ഇളയമ്മയോ? അതെ, മുറ ചേർത്ത് നീ അവിടെ ആരെയും വിളിക്കുമൊന്നും വേണ്ട. അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല. നീ ഞങ്ങളുടെ മനസ്സിൽ പണ്ടേ മരിച്ചു കഴിഞ്ഞു. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ മരിച്ചു കഴിഞ്ഞാ ഇനിയിപ്പൊ നീ കൂടുതലൊന്നും പറയണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അവള് അമ്മയെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, രാജശ്രീ വേണ്ട. അതെ, പറയാനുള്ളത് പറയണം. ഇവള് ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. ഇവളന്ന് സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ എന്റെ മകന്റെ ജീവിതം നന്നായനം. കാരണം അവന്റെ കല്യാണം നടന്നു പോയനം. അതുകൊണ്ട് എന്തായി, ഇപ്പൊ അവൻ അകത്ത് കിടക്കേണ്ട വന്നില്ലേ? അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, നിങ്ങളുടെ മകൻ അകത്ത് കിടക്കുന്നുണ്ടെങ്കിലേ അത് നിങ്ങളുടെ മകന്റെ കയ്യിരിപ്പോണ്ട. അവൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ തന്നെ അവന് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഈ പാവം പിടിച്ച മിത്രനെ കുറ്റം പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, ഇതൊക്കെ പറയാൻ ചോദിക്കും നീ ആരുടെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചു. മീനാക്ഷിക്ക് അങ്ങനെ ഒരു ദാക്ഷിണ്യമില്ലല്ലോ. മീനാക്ഷി വിട്ടുകൊടുക്കത്തുമില്ല. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, വേണ്ട മീനാക്ഷി, വേണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ഞാൻ എന്താണെങ്കിലും പറയൂ ആന്റി. ആന്റി അവിടെ മിണ്ടാതിരിക്കുക. അലോക് തെറ്റ് ചെയ്തിട്ട് അവന് ശിക്ഷ കിട്ടിയത്. അവൻ ചെയ്ത ക്രൂരത ശരിക്കും പറഞ്ഞാൽ അവൻ അകത്ത് കിടക്കുക തന്നെ ചെയ്യണ്ടേ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ അവനെ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇനിയിപ്പോ വധശിക്ഷ വേണോ അതോ ഇനിയിപ്പോ ജയിലിൽ കിടക്കണോന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് രാജശ്രീ ഇങ്ങനെ മീനാക്ഷിയും മിത്രനെ നോക്കുകയാണ്. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, എടി നീ അത് ഒന്നൊന്നാന്തരം കളിയാന്ന് എനിക്ക് അറിയാടി. ആ ദേവമംഗലത്തോടെ എല്ലാരും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണല്ലോ പാവം പിടിച്ച ധർമ്മനെ 25,000 രൂപയുടെ കള്ളക്കേസ് കുടുക്കി അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അതിനകത്ത് നിനക്കും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നീ എല്ലാരും കൂടെ ചേർന്നെടുത്ത തീരുമാനമായിരിക്കും എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ദേ അനാവശ്യം പറഞ്ഞാ ഉണ്ടല്ലോ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. നന്ദിത പറഞ്ഞു, അതെ ക്ഷേത്രത്തിന്റെ അവിടെയല്ലേ, വെറുതെ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. മീനാക്ഷി പറഞ്ഞു, അതെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഇതൊക്കെ പറയാനാ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല സ്ഥലം ഇത് തന്നെയാ. അത് കേട്ടപ്പോ രാശ്രീ പറഞ്ഞു, എടി നീ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ലടി എന്നൊക്കെ മിത്രയെ ശപിക്കുവാണ്. നീ ആശിച്ചു മോഹിച്ചൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. എന്റെ ദേവി, അവൾക്ക് ഈ ജോലി ഒരു കാരണവശാലും കിട്ടരുതേ. നിനക്ക് ഈ ജോലി കിട്ടാൻ പോകുന്നില്ലടി. അത് നീ പ്രതീക്ഷിച്ചിരിക്കണ്ട. നിന്നെ ഞാൻ മനസ്സുരുകി ശപിക്കുക എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മീനാക്ഷി വിട്ടുകൊടുക്കുവോ? മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യ, ആന്റി എന്നെയും കൂടി ഒന്ന് ശപിക്ക്. ഇവള് ഭസ്മമായി പോണെന്ന് പറഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് ഭസ്മമായി പോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീക്ക് നാണമായിപ്പോയി, വല്ലാത്തൊരു ചമ്പലായിപ്പോയി. പെട്ടെന്ന് രാജശ്രീ അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും നന്ദിതയും കൂടെ അങ്ങോട്ട് പോയി. മിത്ര കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, എന്തിനാ നീ കരയണേ? അതിന് കരയാൻ പാത്തിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതൊക്കെ കൂളായിട്ട് എടുത്തിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്? വരാനും പറഞ്ഞുകൊണ്ട് മിത്രയുടെ കൈയും പിടിച്ച് അങ്ങോട്ട് പോയി. ആ സമയത്ത് കൃഷ്ണമംഗലത്ത് ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. ബ്രോക്കർ വന്ന് ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ധർമ്മന് പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിട്ട് അച്യുതൻ പറഞ്ഞു, അതെ ഇനി നല്ല നല്ല ഏതെങ്കിലും ഷോപ്പുകൾ ഉണ്ടെങ്കിൽ വന്ന് പറയണം. എത്രയും പെട്ടെന്ന് എനിക്ക് തുടങ്ങാനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബ്രോക്കർ പറഞ്ഞു, ഒരു ഷോപ്പ് വിൽക്കാൻ പോവാന്ന് കേട്ടു. അവർക്കത് നടത്തിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാന്ന്. ആനന്ദം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നാ മതി എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തരാ സാറേ എന്നൊക്കെ പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ ധർമ്മന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. ധർമ്മം പറഞ്ഞു, അതെ എനിക്കിപ്പോ എന്താണെങ്കിലും കടയും കാര്യങ്ങളൊന്നും വേണ്ട. അച്ഛനും ചോദിച്ചു, അതെന്താടാ? ഇനിയിപ്പോ ആ ഗോമതി സ്റ്റോഴ്സ് ബാലിനെ വെല്ലുവിളിച്ച് നീ ഷോപ്പ് തുടങ്ങുമെന്നൊരു ചിന്ത വല്ലതും നിനക്കുണ്ടോ? അതുകൊണ്ടാണോ വേണ്ടാന്ന് പറയുന്നേ? അതല്ല അച്യുതേട്ടാ, ഇപ്പോഴെന്താണല്ലോ എനിക്ക് കടയൊന്നും വേണ്ട. അനന്തം പറഞ്ഞു, അതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നീട് ബ്രോക്കറോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നല്ല ഏതെങ്കിലും കട വന്നാൽ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി. ആ സമയത്താണ് ക്ഷേത്രത്തിൽ പോയ നന്ദിതയും രാജശ്രീയും കൂടെ വരുന്നേ. നന്ദിതയുടെ മോഹം കണ്ടപ്പോ ഇന്ദിരാമ ചോദിച്ചു, എന്ത് പറ്റി മോളെ, വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അതിന് കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ആ മിത്രയും മീനാക്ഷിയും കണ്ടിട്ടുണ്ടായിരുന്നു. അവള് എന്താ പറയേണ്ടത്? കാരണം കണ്ടു കഴിയുമ്പോഴത്തേനും അലോകിന് ഇങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി. അവനോട് ക്ഷമിക്കണം അങ്കിളെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കേസ് കൊടുപ്പിക്കാതിരിക്കുമല്ലേ ചെയ്യേണ്ടിയിരുന്നേ. പക്ഷെ അവളും ആ ദേവമംഗലംകാരോടൊപ്പം ചേർന്നിട്ട് വന്നിരിക്കുന്നു. അമ്മ എന്നൊക്കെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ കുറെ അങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിതയുടെ മുഖമൊക്കെ വല്ലാതായിപ്പോയി. ആ സമയം ധർമ്മം പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞേ? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ധർമ്മന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി ആ പറഞ്ഞൊക്കെ. കാരണം ധർമ്മന് ഇഷ്ടമില്ല അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ.
അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയോ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.